ഡാവിഞ്ചി റിസോൾവിൽ ഈ ഒരു മാസ്കിങ് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ക്ലിപ്പ് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. സോ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാനത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മുടെ PNG ടെക്സ്റ്റ് ഫയൽ വരാനായിട്ട്. എന്നിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നേരെ കളർ പേജ് പോവുക. എന്നിട്ട് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്തതാണ്. സോ ഇത് റീസെറ്റ് ചെയ്തു. നോർമൽ ഗ്രേഡ് സിമ്പിളായിട്ട് കാണിക്കാൻ നോർമൽ ഒരു ഗ്രേഡ് ചെയ്യുക. അതിൻ്റെ നോഡാണ് മേളിലുള്ളത്. എന്നിട്ട് ഒരു നോട്ട് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ഔട്ട്പുട്ട് ആൽഫ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബ്ലൂ നേരെ ഈ ബ്ലൂ ആയിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് മാജിക് മാസ്ക് ചെയ്യാം. സോ മാജിക് മാസ്ക് എടുത്തു. നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് സെലക്ട് ചെയ്യാതെ കാണാം. എന്നിട്ട് ഇവിടെ പോയിട്ട് ഇത് ബെറ്റർ കൊടുക്കുക ആൻഡ് സ്റ്റാർട്ട്. സോ നമ്മുടെ ട്രാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മൾ മാസ്ക് ചെയ്ത ഫുട്ടേജ്. അതല്ലാണ്ട് വേറൊരു ടെക്നിക്കുണ്ട്. അത് ഫ്യൂഷൻ പേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനും സെയിം രീതിയിൽ നമ്മൾ ആ വീഡിയോ ക്ലിപ്പിൻ്റെ 2 ലെയർ ആക്കുക. എന്നിട്ട് നേരെ ഫ്യൂഷൻ പേജിൽ പോവുക. ടോപ്പ് ലെയറിൽ നമുക്ക് ഇതിനകത്ത് മാജിക് മാസ്ക് കൊടുക്കുക. മാജിക് മാസ്ക് സെറ്റ് ആയതിനു ശേഷം മാജിക് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ട്രാക്കിംഗ് പോയിന്റ് ഇടുക. ആളെ സെലക്ട് ചെയ്ത് വിടുക. ആൻഡ് ഇപ്പോഴേ തന്നെ ആൾ നല്ലോണം മാസ്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇവിടെ വീണ്ടും ഇവിടെ പോവുക. ബെറ്റർ കൊടുക്കുക. ട്രാക്ക് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കളർ പേജ് ചെയ്ത സെയിം മാസ്കിങ് ഇവിടെയും വർക്കാവും. ഇതിൻ്റെ ഡിഫറൻസ് എന്നാന്ന് ചോദിച്ചാൽ കളർ പേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫ്യൂഷൻ പേജിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്കാവും. സോ ഇത് എല്ലാവർക്കും ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് ജസ്റ്റ് പേജ് ഫോളോ ചെയ്യുക.